ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് ബൂന്തി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിനായി 1/2 ലിറ്റർ പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടാം. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ബൂന്തി ചേർക്കുന്നതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കുറുകി വരും കേട്ടോ. നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക നമ്മുടെ ഈ കസ്റ്റാർഡ്. ഇനി കസ്റ്റാർഡിലേക്ക് ചേർക്കേണ്ട ബൂന്തി റെഡിയാക്കാം. അതിനായി 3 ബൂന്തി ലഡു എടുത്തിട്ടുണ്ട്. ഈ ലഡു ഒക്കെ ഇതുപോലെ പൊടിച്ചു കൊടുക്കാം. നന്നായി പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെറുതായി ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ബൂന്തി ലഡു തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഈ കസ്റ്റാർഡിന്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്തയും ബദാമും കാഷ്യൂ നട്ട്സും ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മുക്കാൽ ഭാഗം വരെ ഇട്ടാൽ മതി.
ഇതിനു മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തി ചേർക്കാം. കസ്റ്റാർഡും ബൂന്തിയും ലെയർ ആയിട്ടും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഡെസേർട്ടിന് മുകളിലായി ഓരോ ചെറി കൂടി വെച്ച് സുന്ദരിയാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് കസ്റ്റാർഡും ബൂന്തിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.